ഭിന്നശേഷി നിയമനം സംബന്ധിച്ച് NSSന് ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് വന്ന വിധിന്യായം വന്ന അന്ന് മുതൽ ക്രൈസ്തവ മാനേജ്മെൻറ്റുകളും മറ്റു മാനേജ്മെൻറ്റുകളും ഒരുപോലെ സർക്കാരിനോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അതുപോലെ ബാക്കി എല്ലാവർക്കും നടപ്പിലാക്കണമെന്ന്. നിങ്ങൾക്ക് തന്നെ ഓർമ്മയാണ്, ഞാൻ തന്നെ എത്ര പ്രാവശ്യം ഇത് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണെന്ന്. എന്നാൽ ഈ അവസാന സമയത്ത് അങ്ങനൊരു നിലപാട് സ്വീകരിച്ചു എന്ന് കേൾക്കുന്നത് സന്തോഷകരമാണ്. കാരണം നമ്മൾ ചോദിച്ചത് ശരിയായിരുന്നു എന്നൊരു തോന്നൽ ഇപ്പോഴെങ്കിലും ഉണ്ടായെന്നുള്ള സന്തോഷമാണ്. പക്ഷേ ഇതിൽ വളരെ വൈകി വന്നൊരു വിവേകമായി പോയി എന്നുള്ളതാണ് വിഷയം. സർക്കാർ ഇലക്ഷനൊക്കെ വരികയാണ്. അപ്പോൾ അതിനു മുമ്പിട്ട് പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം വരുമ്പോൾ എല്ലാവരും അപ്രതീക്ഷിതമായിട്ട് വരുന്നുണ്ടെന്ന് ഞെട്ടിപ്പോയി. സന്തോഷകരമാണെന്ന് പറയുമ്പോൾ പോലും അതൊരു ഇത് നേരത്തെ ആകാമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞാണ് ഇത് നേരത്തെ ആകേണ്ടതാണ്. കോടതി പോകാതെ തന്നെ ഇത് നടപ്പിലാക്കി കൊടുക്കണം. ഇത് ജനത്തിൻ്റെ ആവശ്യമാണ്. ഒരുപാട് പേര് ഈ വിഷയത്തിൽ കഷ്ടത അനുഭവിക്കുന്നുണ്ട്. ഭിന്നശേഷിക്കാർ മാത്രമല്ല, മറ്റുള്ള ഉദ്യോഗാർത്ഥികളും അവരെയൊക്കെ നിയമിക്കേണ്ട സ്ഥാപനങ്ങളും ഒക്കെ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ അത് ഇതുവരെ അങ്ങ് നീട്ടിക്കൊണ്ടു പോകുമായിരുന്നു. എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് നീട്ടി കൊണ്ടുപോകുമായിരുന്നു. എന്നാൽ ഈ അടുത്ത സമയങ്ങളിൽ ഒരു അനുകൂല സമീപനം സ്വീകരിക്കുന്നുണ്ടായിരുന്നു. അത് താമസിപ്പിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോഴും അങ്ങനൊരു വാർത്ത കേൾക്കുന്നത് സന്തോഷകരമാണ്. അത് പോസിറ്റീവായിട്ട് പറഞ്ഞാൽ സന്തോഷകരമാണ്. പക്ഷേ അതിൻ്റെ വഴികളെക്കുറിച്ച് നോക്കുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ വീണ്ടും പറയാണ്, ഇത് ആദ്യമേ ആകാമായിരുന്നതാണ് എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. തീർച്ചയായിട്ടും കുറച്ചുകൂടി നേരത്തെ ആയിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഒഴിവാക്കാമായിരുന്നു. കാരണം ഇത് സംബന്ധിച്ച് മാനേജ്മെൻറ്റുകൾ അനുഭവിക്കുന്ന വ്യഥകൾ വളരെ വലുതാണ്. മാനേജ്മെൻറ്റുകൾക്ക് മാത്രമല്ല, ഉദ്യോഗാർത്ഥികൾ അനുഭവിക്കുന്ന വ്യഥകളും വളരെ വലുതാണ്. അതിൽ ഭിന്നശേഷിക്കാരുമുണ്ട്, അല്ലാത്തവരുമുണ്ട്. കാരണം ഒരൊറ്റ കാരണം കൊണ്ട് പല നിയമനങ്ങളും നടപ്പിലാക്കാൻ വെക്കാതെ പല ബുദ്ധിമുട്ടുകൾ മാനേജ്മെൻറ്റുകൾ അനുഭവിക്കുന്നു. അതുപോലെ തന്നെ ഇതിനുവേണ്ടി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. എല്ലാവരും ജീവിക്കാൻ വേണ്ടിയാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഏകദേശം ഈ ഒരൊറ്റ വിഷയത്തിൽ മാത്രം 1 വർഷം കഴിഞ്ഞു. അതായത് ഈ വിധി വന്നതിന് ശേഷം നമ്മൾ പറഞ്ഞത് തന്നെ 1 വർഷം കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് അത് തന്നെ ഇനി നടപ്പിലാക്കി വരണമെന്നുണ്ടെങ്കിൽ അറിയത്തില്ല ഇതെന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. പോസിറ്റീവായിട്ടൊരു പ്രതികരണം കേട്ടു, അതിൽ സന്തോഷമാണ്. അതിന് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കി തന്നാൽ അവിടെയാണ് ബഹുമാനപ്പെട്ട സർക്കാരിനുള്ളതായ സമൂഹത്തിൻ്റെ പ്രതിബദ്ധതയും വിശ്വാസമൊക്കെ പ്രകടമാകുന്നത്. ഞങ്ങളങ്ങനെ പറയുന്നില്ല. പക്ഷേ അതിങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തെറ്റ് പറയാൻ ഒക്കാത്ത ഒരു സാഹചര്യമാണ്. തെരഞ്ഞെടുപ്പ് പ്രകടനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണോ അല്ലയോ എന്നുള്ളതൊന്നും പറയേണ്ട ആളുകളല്ലല്ലോ ഞങ്ങൾ. ഞങ്ങളുടെ ആവശ്യം, ഞങ്ങളുടെ മാത്രമല്ല, ഈ വിഷയത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും ആവശ്യം ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കി എടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴെങ്ങനെയാണ് സാധ്യമായത്? ഒരു കുഴപ്പമില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് വരുന്നു എന്ന് വാർത്ത വരുമ്പോൾ മാനേജ്മെൻറ്റുകൾ ചെയ്തില്ല എന്ന് പറയുന്നതിനകത്ത് എങ്ങനെയാണ് ആ പ്രസ്താവനയോട് നീതീകരിക്കാൻ ഒക്കുന്നില്ല എന്നുള്ളതാണ്. സർക്കാർ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ സ്പീഡിൽ ചെയ്യുന്നുണ്ട്. അത് ഇന്നത്തെ പത്രത്തിൽ വായിച്ചതുകൊണ്ട് ചില കാര്യങ്ങൾക്ക് മന്ത്രിസഭയോ ആരും തന്നെ അറിഞ്ഞില്ല, ആരും തന്നെ അറിയാതെ പെട്ടെന്ന് 2-3 മണിക്കൂർ നീട്ടിക്കൊടുത്തു എന്നൊരു വാർത്ത കാണുന്നു. മറ്റു കാര്യങ്ങൾക്കൊക്കെ അതൊക്കെ ഈസിയായിട്ടാണ് പെട്ടെന്ന് കാര്യം സാധിക്കുന്നത്. സമൂഹത്തിന് നാശമുണ്ടാക്കുന്ന വിഷയങ്ങൾ, കുടുംബങ്ങളുടെ ശിഥിലീകരണം ഉണ്ടാക്കുന്ന വിഷയങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മന്ത്രിയുടെ വിശദീകരണം പെട്ടെന്നല്ല, നേരത്തെ എടുത്ത തീരുമാനമാണ്, ഇപ്പോഴാണ് അത് പുറത്തേക്ക് വന്നതെന്നാണ് മന്ത്രി പറയുന്നത്. അതെ, എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ. ഇപ്പം ഞങ്ങൾക്കൊന്നും അതിനോടൊന്നും മറുപടി പറയാനായിട്ട് ഒക്കെയല്ല. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ ഒരു വിഷയത്തിൽ മാത്രമല്ല, പല വിഷയങ്ങൾ ഒരുമിച്ച് കാണുമ്പോൾ നാച്ചുറലി നമുക്കൊക്കെ ഉണ്ടാകുന്നില്ല സംശയങ്ങളുണ്ട്. അത് സമൂഹത്തിൻ്റെ സംശയങ്ങളാണ്, ഞങ്ങളുടെ മാത്രം സംശയമല്ല. പിന്നെ ഞങ്ങളത് എല്ലാ സംശയങ്ങളും വെളിപ്പെടുത്തേണ്ട ആളുകളല്ലല്ലോ, അതുകൊണ്ട് വെളിപ്പെടുത്തുകയല്ല. പക്ഷെ സമൂഹം അത് വെളിപ്പെടുത്തും. അങ്ങനെയാണ് സാധാരണ കാണുന്ന കാഴ്ച. സങ്കീർണമാക്കിയ സർക്കാർ, കൂടാതെ നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി സർക്കാരും ആവർത്തിച്ച് വ്യക്തമാക്കിയത് അവർ കോടതിയിൽ പോയതുകൊണ്ട് കോടതിയാണ് അതിലൊരു തീരുമാനമെടുക്കേണ്ടത്. NSSന് അനുകൂലമായ വെറുതെ ക്രൈസ്തവ സഭകൾ സർക്കാരിനെയും സമ്മർദ്ദത്തിലാക്കേണ്ടതെന്നായിരുന്നു. അതൊക്കെ ഇപ്പോൾ സർക്കാർ ഒരു വാദമുഖം മാത്രം ഒരു കോടതിയിലും പോകാതെ ഇപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വരണമെന്നുണ്ടെങ്കിൽ ഇത് അന്നേ നടത്താവുന്ന ഒരു കാര്യമായിരുന്നു എന്നുള്ളത് ഞാൻ പറയേണ്ടല്ലോ. അത് സമൂഹത്തിന് ബോധ്യമാകുന്ന കാര്യമല്ലേ. പറഞ്ഞതെല്ലാം പാളിപ്പോയി എന്നുള്ളതല്ലേ ഇപ്പം വരുന്നത്.
നമുക്ക് അത് മനസ്സിലാകുന്നില്ല ഇത് എന്താണ് യാഥാർത്ഥ്യം. ക്രൈസ്തവ മാനേജ്മെൻറ്റുകളൊക്കെ അങ്ങനെ വലിയ എത്ര എന്തുവാ സമരം ചെയ്യുന്നു പറഞ്ഞാൽ അവർക്കൊക്കെ ഒരു പരിധിയിലേ അവർ നിൽക്കുകയുള്ളൂ. അതൊക്കെ എല്ലാവർക്കും അറിയാം, സമൂഹത്തിലുള്ള എല്ലാവർക്കും അറിയാം. അതൊക്കെ കൊണ്ട് ഇവരെയൊക്കെ ഇച്ചിരി പതുക്കെ ഇട്ടാലും കുഴപ്പമില്ലാത്തൊരു ധാരണ ചിലപ്പോൾ കണ്ടേക്കാം എന്നുള്ളത് ഞാനങ്ങ് പറയുകയാണ്. അതല്ലാതെ അല്ലെങ്കിൽ പിന്നെ വളരെ ഈസി ആയിരുന്നല്ലോ. 1 വർഷത്തിന് മുമ്പ് പറഞ്ഞൊരു കാര്യമാണിത്. സുപ്രീം കോടതി വിധി NSSൻ്റെ കാര്യത്തിൽ വന്നതാണ്. അന്ന് മുതൽ ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾ ഇത് ഞാൻ പല പ്രാവശ്യമായിട്ട് പറയുന്നുണ്ട്, ഒരു പ്രാവശ്യം പറഞ്ഞതല്ല. അപ്പോൾ അത് നടപ്പിലാകാതെ വരുമ്പോൾ നാച്ചുറലി നമ്മുടെ ഇടയ്ക്ക് ഉണ്ടാകുന്നില്ല ചിന്തയുടെ ആശയക്കുഴപ്പങ്ങളാണിത്. എന്താണ് സംഭവിക്കുന്നത്? അതൊരു വേദനാജനകമായ ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സമരത്തിലേക്കല്ലല്ലോ പോകേണ്ടത്. നമ്മൾ തന്നെ സമരത്തിലേക്ക് പോകാതെ തന്നെ സമൂഹത്തിന് താളം തെറ്റുന്ന പരിപാടികളുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഭരണകൂടമല്ലേ ശ്രദ്ധിക്കേണ്ടത്. അതിൻ്റെ കൂടെ സമൂഹം നിൽക്കണം. അങ്ങനെയാണല്ലോ. അപ്പോൾ അതിന് പകരമായിട്ട് ഇപ്പം വീണ്ടും സമയങ്ങളിലൂടെ കൂട്ടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതുവരെ നശിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം വീണ്ടും നശിക്കട്ടെ എന്നാണ് അർത്ഥം. പണം സാമ്പത്തികം കിട്ടുമായിരിക്കാം, പക്ഷെ അതിനപ്പുറമായി ഉണ്ടാകുന്ന നശീകരണം, ശിഥിലീകരണങ്ങൾ അത് വളരെ വലുതായി മാറുന്നു എന്നുള്ളതാണ്.